വാസുകി പാശമായി മന്ദര കൂർമ്മത്തിൽ നിറുത്തി വാസുകി പാശമായി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: കൈകേയിയുടെ പിതാവായ കേകയ മഹാരാജാവിന്റെ പേരെന്ത്? എ യുധാജിത്ത്, ബി അശ്വപതി, സി ധനപതി, ഡി വജ്രസിംഹൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പെട്ടെന്ന് പറ, ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. ബി അശ്വപതി. ബി അശ്വപതി. ഒരു സംശയത്തോടു കൂടിയാണ് പറഞ്ഞത്. ഞാൻ ലോക്ക് ചെയ്യട്ടെ? ചെയ്യട്ടെ. ഓക്കെ, ബി അശ്വപതി. സംശയം ഉണ്ടായിരുന്നു അല്ലേ? ഉറപ്പില്ല? ഉറപ്പുണ്ടോ? അശ്വ വെച്ചാ തുടങ്ങുന്നെന്ന് കേട്ടിട്ടുണ്ട്. അത് ഉറപ്പാണ്. അപ്പൊ പിന്നെ അശ്വ വെച്ചിട്ട് അതിൽ വേറെ ഒന്നും ഇല്ല. അപ്പം എന്തായാലും അശ്വപതി ആണോ അല്ലയോ എന്ന് നമുക്ക് ഉത്തരം നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 മാർക്ക്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: സുഖഭോഗങ്ങൾ എങ്ങനെയുള്ളതാണെന്നാണ് രാമൻ പറയുന്നത്? എ സ്വർണം പോലെ തിളക്കമുള്ളത്, ബി വജ്രം പോലെ ദൃഢമായത്, സി മിന്നൽ പോലെ നൈമിഷികമായത്, ഡി ഇടിമുഴക്കം പോലെ മുഴങ്ങുന്നത്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സി മിന്നൽ പോലെ നൈമിഷികമായത്. ഉറപ്പാണ്? ലോക്ക് ചെയ്യട്ടെ? ലോക്ക് ചെയ്യുന്നു. സി മിന്നൽ പോലെ നൈമിഷികമായത്. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ എന്ന് നമ്മൾക്ക് നോക്കാം. ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്:
ദശരഥന്റെ അസ്ത്രമേറ്റു മരിച്ച മുനികുമാരന്റെ അന്ധപിതാവ് ദശരഥന് നൽകിയ ശാപം എന്താണ്? എ. പത്നിയുടെ വാക്കുകൾക്ക് അടിമയായി പോകട്ടെ എന്ന്. ബി. ശാശ്വത ലോകങ്ങൾ ലഭിക്കാതെ പോട്ടെ എന്ന്. സി. രാജ്യഭ്രഷ്ടനാകട്ടെ എന്ന്. ഡി. പുത്രൻ വേർപെട്ട ദുസ്സഹ്യ വ്യത കൊണ്ട് പിടഞ്ഞു പിടഞ്ഞു മരിക്കട്ടെ എന്ന്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ഡി, പുത്രൻ വേർപെട്ട ദുസ്സഹവ്യത കൊണ്ട് പിടഞ്ഞ് പിടഞ്ഞ് മരിക്കട്ടെ എന്ന്. ഉറപ്പല്ലേ? ഞാൻ ലോക്ക് ചെയ്യട്ടെ? ഓക്കെ, നമുക്ക് ലോക്ക് ചെയ്യാം. ഡി. പുത്രൻ വേർപെട്ട ദുസ്സഹവ്യത കൊണ്ട് പിടഞ്ഞു പിടഞ്ഞു മരിക്കട്ടെ എന്ന്. പറഞ്ഞ ഉത്തരം ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: 4 ആശ്രമങ്ങളിലും വെച്ച് പ്രാധാന്യം അർഹിക്കുന്നതെന്ന് ഭരതൻ പറയുന്ന ആശ്രമം. എ. ബ്രഹ്മചര്യം. ബി. ഗൃഹസ്ഥാശ്രമം. സി. വാനപ്രസ്ഥാശ്രമം. ഡി. സന്യാസാശ്രമം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ഡി, സന്യാസാശ്രമം. ഓപ്ഷൻ ഡി, സന്യാസാശ്രമം. ലോക്ക് ചെയ്യട്ടെ? അപ്പം ലോക്ക് ചെയ്യുന്നു. ഓപ്ഷൻ ഡി, സന്യാസാശ്രമം. ശരി, എന്തായാലും നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ അല്ലയോ നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. എന്തായാലും നമുക്ക് ആ സെയിം ക്വസ്റ്റ്യൻ ടീം എക്ക് കൈമാറാം. ടീം എയോടാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്: 4 ആശ്രമങ്ങളിലും വെച്ച് പ്രാധാന്യം അർഹിക്കുന്നതെന്ന് ഭരതൻ പറയുന്ന ആശ്രമം. എ. ബ്രഹ്മചര്യം. ബി. ഗൃഹസ്ഥാശ്രമം. സി. വാനപ്രസ്ഥാശ്രമം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സി. വാനപ്രസ്ഥാശ്രമം. വാനപ്രസ്ഥാശ്രമം ഉറപ്പാണ്? ലോക്ക് ചെയ്യട്ടെ? സി. വാനപ്രസ്ഥാശ്രമം നമ്മൾ ലോക്ക് ചെയ്യുന്നു. ഈ ആശ്രമം എന്താണെന്ന് അറിയോ? അത് ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളാണ്. അറിയാം നിങ്ങൾക്ക്. അറിഞ്ഞിട്ട് തന്നെയാണ് ഇപ്പൊ ആൻസർ ചെയ്തത് അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ആൻസർ ശരിയാണോ എന്ന് നോക്കാം. നിങ്ങൾ പറഞ്ഞ ആൻസർ തെറ്റാണോ? അപ്പൊ നമുക്ക് ശരിയായ ഉത്തരം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ജഡ്ജസിനോട് ചോദിക്കാം. ശശിഭൂഷൺ സർ. ഗൃഹസ്ഥാശ്രമമാണ് ശരിയായിട്ടുള്ളത്. മനുഷ്യ ജീവിതത്തെ 4 ആശ്രമങ്ങളിൽ കൂടിയുള്ള ഒരു തീർത്ഥയാത്രയായിട്ടാണ് ഭാരതീയർ സങ്കല്പിച്ചിരുന്നത്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. 2 പേർക്കും മാർക്കില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോട്. ക്വസ്റ്റ്യൻ ഇതാണ്: കാലത്തിനനുസരിച്ച് ഞാൻ നാസ്തികനായിത്തീരും, വീണ്ടും ആസ്തികനും. ഈ കാലം നാസ്തികന്മാർക്ക് പ്രാബല്യമുള്ളതാണ്. ചിത്രകൂടത്തിൽ വെച്ച് ശ്രീരാമനോട് ഇത് പറയുന്നത് ആരാണ്? ഓപ്ഷൻ എ. അഗസ്ത്യൻ. ഓപ്ഷൻ ബി. ചാർവാകൻ. ഓപ്ഷൻ സി. ജാബാലി. ഓപ്ഷൻ ഡി. ബാലി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മുത്തശ്ശിയോട് ചോദിക്കാം. മുത്തശ്ശിയോട് ചോദിക്കാം. അപ്പൊ നമുക്ക് മുത്തശ്ശിയോട് ചോദിക്കാം. ഹലോ. ഇത് ശ്രേഷ്ഠ ഭാരതത്തിൽ നിന്ന് നിത്യയാണ് സംസാരിക്കുന്നത്. കുട്ടികളോട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് അവർക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് മുത്തശ്ശിയെ വിളിച്ചത്. മുത്തശ്ശിയുടെ പേരെന്താ? ശോഭാദേവി. ശോഭാദേവി. ഓക്കെ, ഫൈൻ. എന്നാ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിച്ചോളൂ. മുത്തശ്ശി, ക്വസ്റ്റ്യൻ ഇതാണ്: കാലത്തിനനുസരിച്ച് ഞാൻ നാസ്തികനായിത്തീരും, വീണ്ടും ആസ്തികനും. ഈ കാലം നാസ്തികന്മാർക്ക് പ്രാബല്യമുള്ളതാണ്. ചിത്രകൂടത്തിൽ വെച്ച് ശ്രീരാമനോട് ഇത് പറയുന്നത് ആരാണ്? ഓപ്ഷൻ എ. അഗസ്ത്യൻ. ബി. ചാർവാകൻ. സി. ജാബാലി. ഡി. ബാലി. അഗസ്ത്യനാണെന്നാണ് എന്റെ വിശ്വാസം. ലോക്ക് ചെയ്യട്ടെ? അഗസ്ത്യൻ. ഓക്കെ, ലോക്ക് ചെയ്യുന്നു. എ. അഗസ്ത്യൻ. നമുക്ക് നോക്കാം ഉത്തരം ശരിയാണോ എന്ന്. മുത്തശ്ശി പറഞ്ഞ ഉത്തരം തെറ്റാണ്. സാരമില്ല. താങ്ക് യു മുത്തശ്ശി. സെയിം ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: കാലത്തിനനുസരിച്ച് ഞാൻ നാസ്തികനായിത്തീരും, വീണ്ടും ആസ്തികനും. ഈ കാലം നാസ്തികന്മാർക്ക് പ്രാബല്യമുള്ളതാണ്. ചിത്രകൂടത്തിൽ വെച്ച് ശ്രീരാമനോട് ഇത് പറയുന്നത് ആരാണ്? ബി. ചാർവാകൻ. സി. ജാബാലി. ഡി. ബാലി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മുത്തശ്ശനെ വിളിക്കാം. മുത്തശ്ശിയെ വിളിക്കാണ്. ഓക്കെ, നമ്മൾ വീണ്ടും മുത്തശ്ശിയിലേക്ക് പോകുന്നു.
ഹലോ ഹലോ, പറഞ്ഞോളൂ. സാർ, ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിൽ നിന്ന് നിത്യയാണ് സംസാരിക്കുന്നത്. ആ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ ഈ ഷോയെ പറ്റി? പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ അവർക്ക് ആൻസർ അറിയില്ല, അതുകൊണ്ടാണ് സാറെ വിളിച്ചത്. ഞാൻ അവർക്ക് കൊടുക്കട്ടെ? ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. കാലത്തിനനുസരിച്ച് ഞാൻ നാസ്തികനായി തീരും, വീണ്ടും ആസ്തികനും. ഈ കാലം നാസ്തികന്മാർക്ക് പ്രാബല്യമുള്ളതാണ്. ചിത്രകൂടത്തിൽ വെച്ച് ശ്രീരാമനോട് ഇത് പറയുന്നത് ആരാണ്? ഓപ്ഷൻ ബി ചാർവാകൻ, സി ജാബാലി, ഡി ബാലി. ഓക്കെ, ലോക്ക് ചെയ്യട്ടെ? ജാബാലി. ലോക്ക് ചെയ്യാണ്. സി ജാബാലി. നമുക്ക് നോക്കാം നിങ്ങളുടെ മുത്തശ്ശൻ പറഞ്ഞ ഉത്തരം ശരിയാണോ എന്ന്. ഉത്തരം ശരിയാണ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇപ്പം ടീം ബിക്ക് 1 പോയിന്റ്. വീണ്ടും ചോദ്യം ടീം ബിയോടാണ്. അയോധ്യയുടെ ആദ്യത്തെ രാജാവായി പറഞ്ഞിരിക്കുന്നത് ആരെ? എ ഇക്ഷ്വാകു, ബി മനു, സി നഹുഷൻ, ഡി യയാതി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ എ ഇക്ഷ്വാകു. ഓപ്ഷൻ എ ഇക്ഷ്വാകു. ഉറപ്പാണ്? ഇത്ര ഉറപ്പിലാണ് പറയുന്നത് എ ഇക്ഷ്വാകു. ഓക്കെ, നമുക്ക് ലോക്ക് ചെയ്യാം. എ ഇക്ഷ്വാകു. നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. ഇതേ ചോദ്യം ടീം എക്ക് കൈമാറുകയാണ്. ചോദ്യം ഇതാണ്: അയോധ്യയുടെ ആദ്യത്തെ രാജാവായി പറഞ്ഞിരിക്കുന്നത് ആരെ? ബി മനു, സി നഹുഷൻ, ഡി യയാതി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ബി മനു. നമ്മൾ ലോക്ക് ചെയ്യുന്നു. ബി മനു. ഉറപ്പാണോ? ഞങ്ങൾ ഇക്ഷാഗു എന്നായിരുന്നു ആദ്യം വായിച്ചിരുന്നത്. ബുക്കിലൊക്കെ ഇക്ഷാഗു എന്നാണ് അയോധ്യയുടെ ആദ്യത്തെ രാജാവ് എന്ന് കിടക്കുന്നത്. നോക്കാം നമുക്ക് ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം. ഉത്തരം ശരിയാണ്. അപ്പോൾ ത്രിവക്രയാം കുബ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ. വേഗേന ചെന്നൊരു മന്ധരയെ കണ്ട് കൈകേയി താനും അവളോടു ചൊല്ലിനാൾ. എന്താണോ എന്തോ ഒരുപാട് പണമൊക്കെ വാരി ചെലവാക്കിയിരിക്കണ്. ഇത്രയും വലിയ അലങ്കാരങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണോ എന്തോ. നിക്ക്, ഈ വഴിയിലൊക്കെ എന്തിനാ പൂക്കളും കൊടികളും തൂകിയിരിക്കുന്നത്? രാജാവിന്റെ പിറന്നാളാ? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? നാളെ പൂരം നാളിൽ കുമാരൻ ശ്രീരാമന്റെ യുവരാജാഭിഷേകം. അയോധ്യ മുഴുവൻ ആഘോഷത്തിലാണ്. ഇതറിയാത്ത നിങ്ങളെ കാണൂ ഈ നാട്ടിൽ. കഷ്ടം. ഭരതകുമാരൻ കേകേത്തു പോയ തക്കം നോക്കി ദശരഥ മഹാരാജാവിന്റെ ബുദ്ധി കൊള്ളാം. കാണിച്ചു തരാം യുവരാജാഭിഷേകം. ഒന്നും അറിയാതെ ഒരുങ്ങിച്ചമഞ്ഞിരിക്കുന്ന മൂഠേ, കണ്ണു തുറന്നൊന്നു നോക്ക്. എന്താണ് ഇവിടെ നടക്കുന്നതെന്നൊന്ന് അന്വേഷിക്ക്. എന്താ ഇവിടെ നടക്കുന്നത്? കഷ്ടം. ആപത്ത് മൂക്കോളം എത്തിയിട്ടും ഒന്നും അറിയാത്ത നിന്റെ അവസ്ഥ കഷ്ടം തന്നെ. സുന്ദരി കോതേ, ഇന്നുണ്ടെന്ന് തോന്നുന്ന ഈ സൗഭാഗ്യമെല്ലാം വേനൽ വരുമ്പോൾ നദിയിലെ വെള്ളം വറ്റുന്ന പോലെ വറ്റിപ്പോകും. നീ നോക്കിക്കോ. മന്ധരേ, നിനക്കെന്താ പറ്റിയത്? നിന്റെ വാക്കുകൾ എല്ലാ അതിരും കടക്കുന്നു. ഞാൻ നിന്റെ സ്വാമിനിയാണെന്ന് നീ മറക്കുന്നു. ക്ഷമിക്കണം ദേവി,
വർത്തമാനങ്ങൾ കേട്ടപ്പോൾ എന്റെ നിയന്ത്രണം വിട്ടുപോയി. അതാ ഞാൻ ഇങ്ങനെയൊക്കെ. എന്ത് വർത്തമാനം കേട്ട കാര്യമാണ് നീ പറയുന്നത്? അത് ശരി, അയോധ്യ മുഴുവൻ അറിഞ്ഞിട്ടും എന്റെ ദേവി മാത്രം അറിഞ്ഞില്ലെന്നോ? അപ്പോ തന്നെ ഊഹിക്കാം ഇതിലെന്തോ ചതിയുണ്ടെന്ന്. ചതിയോ? എന്ത് ചതി? നീ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഒന്ന് തെളിച്ച് പറയേ. എന്റെ മഹാറാണി, എല്ലാം നശിപ്പിക്കാൻ ദശരഥ മഹാരാജാവ് ഒരുമ്പിട്ടിറങ്ങിയിരിക്കുന്നു. രാമനെ യുവരാജാവായി വാഴിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു. അതിനെന്താ? രാമൻ എന്റെയും കൂടി പുത്രനല്ലേ, അയോധ്യയുടെ ജ്യേഷ്ഠപുത്രൻ. ഈ മഹാറാണിയുടെ ഒരു കാര്യം, മഹാരാജാവ് അവിടത്തോട് വഞ്ചനയാണ് ചെയ്യുന്നത്. ദേവിയോട് ഇഷ്ടവാക്യങ്ങൾ പറയും. പക്ഷേ ഹിതം മുഴുവൻ പ്രവർത്തിക്കുന്നത് കൗസല്യ ദേവിക്ക് വേണ്ടി. ദേവി, രാജാവ് സർപ്പമാണ്, ഉഗ്രവിഷമുള്ള സർപ്പം. ആ സർപ്പത്തെയാണ് ദേവി മടിയിൽ കിടത്തുന്നത്. മന്ധരേ, ദേവി, രാമനെ രാജാവാക്കിയാൽ നമ്മള് കൂട്ടത്തോടെ നശിക്കേയോ? അതുകൊണ്ട് ഈ യുവരാജാഭിഷേകം മുടക്കണം. മന്ധരേ, രാമനും ഭരതനും എനിക്ക് ഈ രണ്ട് കണ്ണുകൾ പോലെയാണ്. രാമൻ വാണാലും ഭരതൻ വാണാലും എനിക്ക് തൃപ്തിയാണ്. കഷ്ടം, അനർത്ഥങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് പോലുമില്ല. രാമൻ രാജാവായാൽ ഭരതൻ ഈ രാജകുലത്തിൽ നിന്ന് തന്നെ പുറത്താകും. അതുകൊണ്ട് രാമനെ പുറത്താക്കാനും ഭരതന് രാജ്യം കിട്ടാനുമുള്ള വഴി അന്വേഷിക്ക്. എന്റെ ദേവി, ചിന്തിച്ചിരിക്കാതെ പ്രവർത്തിച്ച് ജയിക്കാൻ നോക്ക്. ഉത്സാഹമുണ്ടു നിനക്കെങ്കിലിക്കാലം ത്വൽസൂതൻ തന്നെ വാഴിക്കും നരവരൻ. രാമനീരേഴാണ്ടു കാനനവാസവും ഭൂമിപാലാജ്ഞയാ ചെയ്യുമാറാക്കണം. രാജീവസംഭവനന്ദനൻ തന്നോട് രാജാ ദശരഥനാനന്ദപൂർവകം രാജീവനേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാൽ കൗസല്യയോടും സുമിത്രയോടും ചെന്ന് കൗതുകമോടറിയിച്ചാനൊരു പുമാ.
6-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകം ആയിക്കോട്ടെ. ഉദ്ധരേദാത്മനാത്മാനം നാത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുരാത്മൈവ രിപുരാത്മനഃ. വ്യാസവിരചിതമായ മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിൽ നിന്നെടുത്തതാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയിലെ 6-ാം അധ്യായമായ ധ്യാനയോഗത്തിലെ 5-ാം ശ്ലോകമാണിത്. ഉദ്ധരേതാത്മനാത്മാനം, അതായത് നമ്മൾ ആത്മാവിനെ ആത്മാവ് കൊണ്ട് തന്നെ ഉദ്ധരിപ്പിക്കണം, അതായത് ഉയർത്തണം. ആത്മാനം അവസാദേത്, നമ്മൾ ആത്മാവിനെ അധപ്പതിപ്പിക്കരുത്, താഴ്ത്തരുത്, തളർത്തരുത്. ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന, അതായത് നമ്മൾ തന്നെയാണ് നമ്മുടെ ബന്ധു, അതുപോലെ നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രു. നമ്മൾ എങ്ങനെ ബന്ധുവാകുന്നതെന്ന് ഞാൻ ആദ്യം പറയാം. അതായത് നമ്മൾ ഒരു കടയിൽ ചെന്നു, അപ്പോൾ നമുക്ക് വേണമെന്ന് തോന്നുന്നു, ഒരു സാധനം വേണമെന്ന് തോന്നുന്നു, നമ്മളുടെ മനസ്സ് പറയുന്നു അത് വേണ്ട എന്ന്. അപ്പോൾ നമ്മൾ നമ്മുടെ കാരണവന്മാർ പറഞ്ഞതൊക്കെ ശ്രദ്ധിക്കണം. അതായത് അവർ പറഞ്ഞിരുന്നു നമ്മൾ മേടിക്കരുതെന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും മേടിക്കരുത്. പക്ഷെ നമുക്കൊരാഗ്രഹം മേടിക്കണമെന്ന്, അത് നമ്മളുടെ ശത്രു തന്നെയാണ് നമ്മളായിട്ട് വരുന്നത്. ശരിക്കും നമ്മൾ മേടിക്കാതിരുന്നാലോ നമ്മുടെ ബന്ധു തന്നെയാണ് നമ്മൾ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ഒരാൾ പരിഹസിച്ചാൽ നമ്മൾ തന്നെ ഉദ്ധരിക്കണം. മറ്റൊരാൾക്ക് നമ്മളെ ഉദ്ധരിപ്പിക്കാൻ പറ്റുകയില്ല. ഒരിക്കലും തളരരുത്. തളർന്നാൽ നമുക്കൊരിക്കലും വിജയമുണ്ടാവുകയില്ല. അതുകൊണ്ട് നമ്മൾ തന്നെയാണ് നമ്മുടെ ബന്ധുവും താൻ തന്നെയാണ് തൻ്റെ ശത്രുവും എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്. 6-ാമത്തെ അധ്യായത്തിലെ 12-ാമത്തെ ശ്ലോകം. തത്രേകാഗ്രം മനഃകൃത്വാ യദചിത്തേന്ദ്രിയക്രിയഃ ഉപവിശ്യാസനേ യുഞ്ജ്യാത് യോഗമാത്മവിശുദ്ധയേ. സ്ഥലം അധികം ഉയർച്ചയും താഴ്ചയും ഉള്ളതായാൽ വീഴ്ചയോ ശീതോഷ്ണാദിബാധയോ ഉണ്ടായെന്നു വരും. ആയതിനാൽ യോഗസിദ്ധിക്കുള്ള ഉത്തമ സാധന അന്തരംഗ ശുദ്ധിയാണ് എന്ന് ഉറപ്പിക്കുന്നതിനായിട്ട് മുമ്പേ പറഞ്ഞിരുന്നാലും ആവർത്തിച്ചു കാണിക്കുന്നു. മനസ്സ് സ്വതേ പലതിലും ചാടിക്കൊണ്ടിരിക്കും, ഇന്ദ്രിയങ്ങളും ശബ്ദാദികളിൽ ചലിക്കും. രണ്ടിൻ്റെയും ഈ സ്വഭാവത്തെ നിരോധിക്കണം. ദേഹാദികളിൽ ഞാനെന്നും ധനാദ്യബാഹ്യ വസ്തുക്കളിൽ എന്റേതെന്ന് തോന്നുന്ന വിചാരങ്ങളെ അന്തകരണത്തിൽ നിന്ന് തീരെ അകറ്റുവാൻ മതിയാകാവുന്ന വിധത്തിൽ മനസ്സിനെ പ്രത്യേകാത്മാവിൽ ഉറപ്പിക്കുവാൻ സമാധി അഭ്യസിക്കണം. ആത്മവിചാര പരമ്പര മുറിവ് കൂടാതെ പ്രവഹിച്ചു കൊണ്ടിരിക്കണം. ആ യോഗസിദ്ധിക്കുള്ള അന്തരംഗ സാധന ഇതാകുന്നു. ദേവാസുര യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ആ പകൽ, എൻ്റെ ചുറ്റും ശത്രുക്കൾ. ഞാൻ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ രഥം പായിച്ച് യുദ്ധം നടത്തുകയായിരുന്നു. ഭടന്മാരുടെ രോദനങ്ങൾ, കുതിരകളുടെയും ഗജങ്ങളുടെയും അലർച്ചകൾ. ഞാൻ 10 ദിക്കിലേക്കും രഥം കറക്കി യുദ്ധം നടത്തുകയായിരുന്നു. അപ്പോൾ എൻ്റെ രഥചക്രത്തിന് എന്തോ ഒരു വാട്ടം. രണാങ്കണമല്ലേ, വല്ല കല്ലിലോ കുഴികളിലോ രക്തം കൊണ്ട് കുഴഞ്ഞ മണ്ണിൽ പുതഞ്ഞതോ ആകാമെന്ന് കരുതി അന്നേരം എൻ്റെ 2ാം ഭാര്യ കൈകേയി രഥചക്രത്തിലെന്തോ നോക്കുകയും കൈകൾ കൊണ്ടെന്തോ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അന്നത്തെ യുദ്ധത്തിൽ വളരെയേറെ പേരെ കാലപുരിയിലേക്ക് അയച്ചു. പകൽ തീർന്നപ്പോൾ യുദ്ധം അവസാനിച്ചു. അപ്പോഴേക്കും കൈകേയി ആകെ തളർന്നിരുന്നു. അവളുടെ കൈകൾ നീര് വന്ന് വീർത്തിരുന്നു. ഹേയ് ഭവതി, എന്തുപറ്റി? പറയൂ. അവൾ കൈകൾ എന്നെ കാണിച്ച് എൻ്റെ മാറിലേക്ക് കുഴഞ്ഞു വീണു. അനുചരന്മാർ എന്നെയും അവളെയും കുടീരത്തിലേക്ക് മാറ്റി. അപ്പോൾ അബോധാവസ്ഥയിൽ നിന്നും ബോധത്തിലേക്ക് വന്നു. യുദ്ധനേരം തേരിൽ ചാവി ഊരിമാറി. ആ യുദ്ധസമയം മുഴുവൻ ചക്രത്തെ തേരിൽ ഉറപ്പിച്ചു നിർത്തി എൻ്റെ ജീവനും യശസ് നിലനിർത്തിയത് അവളായിരുന്നു. അതറിഞ്ഞ ഞാൻ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത്, അങ്ങയുടെ ജീവനും യശസ്സും നിലനിർത്തേണ്ടത് എൻ്റെയും കൂടി കടമയല്ലേ? അങ്ങ് യുദ്ധത്തിന് തയ്യാറാകൂ. എനിക്കിപ്പോൾ ഒന്നും വേണ്ട. വരം ഞാൻ വരും ദിനങ്ങളിൽ ആവശ്യപ്പെട്ടുകൊള്ളാം.
അങ്ങ് സ്വസ്ഥമായി ഉറങ്ങിക്കൊള്ളൂ. യുദ്ധം അവസാനിച്ച് ഞാൻ അയോധ്യയിലെത്തി. അന്ന് രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യുന്നതിൻ്റെ ആഘോഷങ്ങൾ അയോധ്യയിലെമ്പാടും കൊടുമ്പിരി കൊണ്ടിരിക്കുകയായിരുന്നു. ആ സായന്നത്തിൽ അവൾ എന്നോട് ആവശ്യപ്പെട്ടു. എൻ്റെ യശസ് ഉയർത്തിയതിൻ്റെ വില ഞാൻ ആകെ തളർന്നുപോയി. ഞാൻ പിന്നെ എഴുന്നേറ്റോ എന്തോ അറിയില്ല. ഇക്ഷ്വാകു വംശജനായ അജന്റെയും ഇന്ദുമതി രാജ്ഞിയുടെയും മകൻ തളർന്നെന്നോ? ഇല്ല, തളരുന്നില്ല. യാഗകർമ്മങ്ങൾ യഥേഷ്ടം നടത്തി ഈശ്വരന്മാരെ പ്രസാദിപ്പിച്ചു. ശേഷം ആദിപുത്രി ശാന്തയുടെ പതിയായ ഋഷ്യശൃംഗനെ യജ്ഞാചാര്യനാക്കി പുത്രകാമേഷ്ടി യാഗം നടത്തിച്ച് അയോധ്യയ്ക്ക് 4 വീരപുത്രന്മാരെ സമ്മാനിച്ചു. അങ്ങനെ വംശം നിലനിർത്തി. പ്രജകൾക്ക് ശല്യമാകുന്ന മൃഗങ്ങളെ തേടി സരയൂ തീരത്തുകൂടി നടക്കുമ്പോൾ ആന വെള്ളം കുടിക്കുന്ന തരത്തിലൊരു ശബ്ദം കേട്ടു. ഞാൻ ശബ്ദം കേട്ട ദിക്ക് ലക്ഷ്യമാക്കി ഒരസ്ത്രം തൊടുത്തു. അത് ആനയല്ലായിരുന്നു, അതൊരു മുനികുമാരനായിരുന്നു. ശ്രാവൺ എന്നു പേരായ ഒരു മുനികുമാരൻ തൻ്റെ അന്ധരായ വൃദ്ധരായ മാതാപിതാക്കൾക്ക് കുടിക്കുവാൻ ജലമെടുക്കുവാൻ വന്നതായിരുന്നു. ശരമേറ്റ് അലറി കരഞ്ഞുകൊണ്ട് ആ മുനികുമാരൻ നിലം പതിച്ചു. ആ മുനികുമാരൻ്റെ നിശ്ചലമായ ശരീരവും വെള്ളം നിറച്ച കുടവുമായി ആശ്രമത്തിലെത്തിയ ഞാൻ ആകെ തളർന്നുപോയി. ആ വൃദ്ധരായ അന്ധരായ മാതാപിതാക്കൾ മുനികുമാരന്റെ എരിയുന്ന ചിതയിൽ ചാടി ആത്മത്യാഗം ചെയ്തപ്പോൾ അവിടെ ആകെ മുഴങ്ങി കേട്ടു, രാജാവേ, നീയും പുത്രദുഃഖത്താൽ മരിക്കും. ആ വൃദ്ധ ദമ്പതികളുടെ ശാപം എന്നെ ഹനിച്ചിരിക്കുന്നു. ഞാൻ ആകെ തളരുന്നു. കൈകേയിക്ക് വരം നൽകി എൻ്റെ പ്രിയപുത്രൻ വനത്തിലേക്ക് പുറപ്പെട്ടു. ആ ആലസ്യത്തിൻ്റെ അഗാധമായ തലങ്ങളിലേക്ക് ഞാൻ ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. ശാപഫലങ്ങളായ ജീവിതാനുഭവങ്ങളുമായി ഓരോ ജീവനും ജീവിതം പൂർണ്ണമാക്കുന്നു. ഓം അമൃതേശ്വരി നമഃ. വിദ്യാ വിനയ സമ്പന്നേ ബ്രാഹ്മണേക വിഹസ്തിനി ശുനി ചൈവശ്വപാകേച്ച പണ്ഡിതാഃ സമദർശിനഃ. ശ്രീമദ് ഭഗവത്ഗീതയിലെ 5-ാം അധ്യായം കർമ്മസന്യാസ യോഗത്തിലെ 18-ാമത്തെ ശ്ലോകമാണ് ഇത്. ബ്രഹ്മമാണ് പ്രപഞ്ച ദൃശ്യങ്ങളിലെല്ലാം കാരണമെന്ന് അനുഭവങ്ങൾ കൊണ്ട് തെളിഞ്ഞ ആളാണ് ജ്ഞാനി. വിദ്യയും വിനയവുമുള്ള ഒരു ബ്രാഹ്മണനെ കണ്ടാലും ആനയെ കണ്ടാലും പശുവിനെ കണ്ടാലും പട്ടിയെ കണ്ടാലും എന്തിനു പറയണു പട്ടിമാംസം ഭക്ഷിക്കുന്ന ചണ്ടാലിനെ കണ്ടാലും അവരിലെല്ലാം ബ്രഹ്മത്തെ ദർശിക്കാൻ ജ്ഞാനികൾക്ക് കഴിയും. അവർക്കേ കഴിയൂ. സമദർശികളാണ് ജ്ഞാനികൾ. സ്വർണത്തിലും മാലികമ്മലും ഉണ്ട്, മാലയിലും കമ്മലും സ്വർണമുണ്ടെന്ന് കാണാൻ ബ്രഹ്മജ്ഞാനിക്ക് പ്രയാസമില്ല. അതായത് മണ്ണിൽ കുടവും കുടത്തിൽ മണ്ണും അവർ ദർശിക്കും എന്ന് സാരം. ഇവരെ പോലെ പരമാത്മജ്ഞാനം നേടാൻ മനസ്സിലെ മാലിന്യങ്ങൾ അകലണം. മാലിന്യങ്ങൾ എന്തൊക്കെയാണ്? ഷഡ്വൈരികൾ, കാമക്രോധ ലോഭമോഹ മതം സരാതകളെ ജയിച്ചാൽ മനസ്സ് നിർമ്മലമാകും. ഏതുപോലെ വെച്ചാൽ തെളിനീർ നിറഞ്ഞ തടാകത്തിൽ സൂര്യബിംബം പ്രതിബിംബിക്കും പോലെ. ഇതിനുള്ള വഴി എന്താ? ത്യാഗബുദ്ധി വളർത്തുക. കർമ്മങ്ങൾ ഈശ്വരനിൽ അർപ്പിച്ച് ചെയ്യണം. അതായത് ഫലേച്ഛ കൂടാതെ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. സുരംഗങ്ങളെ സമമായി കണ്ട് കർമ്മങ്ങൾ ചെയ്യുക. കർമ്മങ്ങൾ ധർമ്മങ്ങളാക്കുക. അങ്ങനെ പലകാലം കർമാനുഷ്ഠാനം ചെയ്യുമ്പോൾ മനസ്സ് പ്രസന്നമാകും. ഉടൻ തന്നെ ജ്ഞാനസിദ്ധിയും വരും. ഓം അമൃതേശ്വരി നമഃ. കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം ചേതസി
ഭർതൃദുഃഖോപശാന്തിക്കു കിഞ്ചിൽ ത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും. ആശയം. അധ്യാത്മരാമായണം കിളിപ്പാട്ട് അയോധ്യാകാന്ഡത്തിലെ വിച്ഛിന്നാഭിഷേകം എന്ന ഭാഗത്തിലെ ഏതാനും വരികളാണ് പാരായണം ചെയ്തത്. സുമന്ത്രർ അറിയിച്ചതനുസരിച്ച് രാമൻ ദശരഥനെ കാണാനായി കൈകേയിയുടെ ഭവനത്തിലെത്തി. ദുഃഖിതനായ പിതാവിനെ കണ്ട രാമൻ പിതാവിന്റെ ദുഃഖത്തിന് കാരണമന്വേഷിച്ചു. ഇതിന് കൈകേയിയുടെ മറുപടിയാണ് പ്രസ്തുതം. പിതാവിന്റെ ദുഃഖത്തിന് കാരണം നീയാണ്. മനുഷ്യർക്ക് സുഖമുണ്ടാകുന്നത് ദുഃഖത്തിൽ നിന്നാണ്. നീ മനസ്സ് വെച്ചാൽ പിതാവിന്റെ ദുഃഖം ഇല്ലാതാക്കാം. അദ്ദേഹത്തിന്റെ ദുഃഖശാന്തിക്കായി നീ ചിലതൊക്കെ പ്രവർത്തിക്കേണ്ടി വരും. സ്വന്തം കുറ്റം മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരിൽ കുറ്റം ആരോപിക്കുന്നു. ടീം ബിയുടെ കാവ്യം സ്ക്രീനിൽ. ഉണ്ടഭിഷേകമടുത്ത നാളെന്നതു കണ്ടു ചൊൽവാനായുഴറി വന്നേനഹം വൈദേഹിയോടും ഉപവാസവും ചെയ്ത് മേദിനി തന്നിൽ ശയനവും ചെയ്യണം. ബ്രഹ്മചര്യത്തോടിരിക്ക ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവൻ വൈകാതെ. ആ നിർത്തുന്നതിൽ ആ ഒരു കോൺഫിഡൻസിന് കുറവുണ്ട് കേട്ടോ. എനിവേ ആശയം വിശദീകരിച്ചോളൂ. വശിഷ്ഠ മഹർഷി ശ്രീരാമനോട് പറയുന്ന വാക്കുകളാണിവ. ദശരഥ മഹാരാജാവ് പറഞ്ഞതിൽ പ്രകാരം നാളെ നിന്റെ അഭിഷേകമാണ്. അതിനാൽ രാവിലെ തന്നെ എത്തേണ്ടതാണ്. വൈദേഹിയും ശ്രീരാമനും ഉപവാസം അനുഷ്ഠിച്ച് തറയിൽ തന്നെ കിടക്കേണ്ടതാണ്. രണ്ടുപേരും ബ്രഹ്മചര്യം എടുക്കേണ്ടതുമാണ്. ശ്രേഷ്ഠ ഭാരത മേനകയുടെയും വിശ്വാമിത്ര മഹർഷിയുടെയും പുത്രിയായ ശകുന്തളയാണ് ഞാൻ. ഏതായാലും ഭയങ്കര ഗ്രേസ് ആയിരുന്നു ആ നടന്നു വന്നതിലും ആ എഴുതിയതിലൊക്കെ. ഇനിയിപ്പോൾ നമുക്ക് ഏതായാലും ചോദ്യങ്ങളെ നേരിടാം അല്ലേ? അപ്പോൾ ടീം എ TDHS മട്ടാഞ്ചേരി ശകുന്തളയോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടങ്ങാം. യെസ്, ആദ്യത്തെ ചോദ്യം. ദുർവാസാവിന്റെ ശാപനിമിത്തം നിന്നെ മറന്നുപോയ ദുഷ്യന്തൻ നീ ആരുടെ ഭാര്യയാണ്, നിന്റെ ഈ പുത്രൻ ആരുടെയാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ നീ എന്തു മറുപടിയാണ് ശകുന്തളയെ നൽകിയത്? ഞാൻ നൽകിയ മറുപടി എന്തെന്നാൽ, അല്ലയോ ദേവ, അങ്ങേക്ക് എന്നെ ജ്ഞാതമില്ലേ? ഞാൻ അങ്ങയുടെ പ്രിയ പത്നിയായ ശകുന്തളയാണ്, മുനികുമാരിയാണ്. അങ്ങ് എന്നെ കാനനത്തിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. അവിടെ ഗാന്ധർവ വിവാഹം ചെയ്തതുമാണ്. സർ, അപ്പോൾ ഈ ഉത്തരം ശരിയാണോ തെറ്റാണോ? ദുഷ്യന്തൻ്റെ ചോദ്യത്തിനുള്ള മറുപടി പൂർണ്ണമായിട്ടില്ല. കുറച്ചുകൂടി അതിൽ ചില കാര്യങ്ങളൊക്കെ അതിൽ വരാനുണ്ട്. പക്ഷെ അത് തെറ്റല്ല എന്നുള്ളത് കൊണ്ടും അത് പൂർണ്ണമല്ലാത്തത് കൊണ്ടും പകുതി മാർക്ക് തരികയാണ്. 10 മാർക്കാണ്, അതിൽ 5 മാർക്ക് തരികയാണ് ചിന്മയ വിദ്യാലയ വഴുതക്കാട്. 5 മാർക്ക്. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചോളൂ. ഗാന്ധർവ വിവാഹം മുനികന്യകയ്ക്ക് ചേർന്നതാണോ? ഞാൻ സുഹൃത്തെ അങ്ങ് മറന്നുപോയതായിരിക്കും. ശരിക്കും ഞാൻ ശകുന്തള ഒരിക്കലും ജന്മനാൽ മുനികന്യകയല്ല. ഞാൻ ദേവലോകത്തെ അപ്സരസായ ഒരു മേനകയുടെയും അതുപോലെ വിശ്വാമിത്ര മഹർഷിയുടെയും പുത്രിയാണ്. വിശ്വാമിത്ര മഹർഷി പണ്ടൊരു രാജാവായിരുന്നു എന്ന് അങ്ങ് ഓർക്കുന്നു? ഓർക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഗാന്ധർവ വിവാഹം മുനികന്യകയ്ക്ക് ചേർന്നതല്ലായിരിക്കാം, എന്നാൽ നമുക്ക് ചേർന്നതാണ്. ഉത്തരം ശരിയാണോ ഉത്തരം തെറ്റാണോ? വളരെ ശരിയാണ്. മൂന്നാമത്തെ ചോദ്യം. ശകുന്തളെ, വിശ്വാമിത്ര മുനിയുടെ മകളായ നീ കണ്വ മഹർഷിയുടെ മകളായതെങ്ങനെ? നമ്മുടെ പിതാവായ വിശ്വാമിത്ര മഹർഷി ഒരിക്കലും സ്വീകരിച്ചിരുന്നില്ല. അതിനാൽ നമ്മുടെ മാതാവായ മേനക നമ്മെ മാലിനി നദീതീരത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. ആ വഴി വന്ന കണ്വ മഹർഷി, അതായത് നമ്മുടെ വളർത്തച്ഛൻ, അദ്ദേഹം ജലമെടുക്കാൻ വന്ന സമയത്ത് കുറേ ശകുന്ത പക്ഷികൾ നമ്മെ സംരക്ഷിക്കുന്നതായി ദർശിച്ചു. അത് കണ്ടുവന്ന അദ്ദേഹമാണ് നമ്മെ എടുത്തു വളർത്താൻ ആരംഭിച്ചത്. ഉത്തരം ശരിയാണോ തെറ്റാണോ സർ? ശരിയാണ്. ശരിയാണ്. നാലാമത്തെ ചോദ്യം.
ഗാന്ധർവ വിവാഹം കഴിച്ചതിനു ശേഷവും ഭവതി കണ്വാശ്രമത്തിൽ തുടർന്നത് ധർമ്മമാണോ? ധർമ്മമാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ പിതാവ്, വളർത്തു പിതാവായ കണ്വ മഹർഷിയുടെ ഉത്തരവ് നമുക്ക് ലഭിച്ചിരുന്നില്ല. അതുമാത്രവുമല്ല, നമ്മുടെ പതിയായ ദുഷ്യന്തന് നമ്മെ രാജകീയമായി സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്യേണ്ടിയുമിരുന്നു. അതിനാലാണ് നമ്മുടെ പിതൃഗ്രഹമായ കണ്വാശ്രമത്തിൽ നാം ജീവിച്ചത്. വീണ്ടും ഉത്തരം ശരിയാണോ തെറ്റാണോ സർ? ശരിയാണ്. ഭവതിക്ക് ശകുന്തള എന്ന നാമം എങ്ങനെയാണ് സിദ്ധിച്ചത്? നാം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പിതാവ് നമ്മെ ദർശിച്ചപ്പോൾ, അതായത് കണ്വ മഹർഷി നമ്മെ ദർശിച്ചപ്പോൾ ഉണ്ടായ സംഭവം എന്തെന്നാൽ, നാം ജനിച്ച ഉടനെ തന്നെ ശകുന്ത പക്ഷികൾ നമ്മെ ചുറ്റും കൂടി സംരക്ഷിക്കുകയായിരുന്നു. അതിനാൽ ശകുന്ത പക്ഷികളാൽ സംരക്ഷിക്കപ്പെട്ടവൾ എന്നതുകൊണ്ടാണ് നമ്മെ ശകുന്തള എന്ന് നാമകരണം ചെയ്യാൻ നമ്മുടെ പിതാവിന് തോന്നിയത്. ഉത്തരം ശരിയാണോ സർ? ഉത്തരം ശരിയാണ്. ശരിയാണ്. ഓം അമൃതേശ്വരേ നമഃ. നമ്മുടെ മുന്നിൽ കാണുന്ന ഈ സുന്ദരമായ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഓരോ ധർമ്മമുണ്ട്. കുയിലിനും കാറ്റിനും നദിക്കും മഴയ്ക്കും എല്ലാവർക്കും ഓരോ ധർമ്മമുണ്ട്. അതേപോലെ നമ്മൾ മനുഷ്യർക്കും പ്രത്യേകം ധർമ്മങ്ങളുണ്ട്. അച്ഛനും അമ്മയ്ക്കും കുട്ടികൾക്കും പട്ടാളക്കാർക്കും എല്ലാവർക്കും വേറെ വേറെ ധർമ്മമുണ്ട്. മനുഷ്യൻ്റെ ധർമാചരണത്തിന് മങ്ങൽ സംഭവിച്ചാൽ അതെല്ലാവരെയും ബാധിക്കുന്നു എന്ന് പുരാണങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഭഗവത്ഗീതയിലെ 4-ാം അധ്യായമായ ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലെ 7-ാമത്തെ ശ്ലോകമാണിത്. എപ്പോഴൊക്കെയാണോ ധർമ്മത്തിന് ഹാനി സംഭവിക്കുന്നത്, അതായത് സ്വാർത്ഥതയും അക്രമങ്ങളും അധികമാകുന്നത്, അപ്പോഴെല്ലാം ഭഗവാൻ സ്വയം അവതരിക്കുന്നു. ഇത് നമുക്ക് മഹാഭാരതത്തിലും രാമായണത്തിലും ഒക്കെ കാണാൻ സാധിക്കും. ഓരോ യുഗത്തിലും ധർമ്മത്തിന് ഹാനി വരുമ്പോൾ ആ കാലത്തിനനുസരിച്ച രീതിയിൽ ഭഗവാൻ ഓരോ രൂപത്തിൽ വന്ന് ധർമ്മത്തെ നിലനിർത്തിയിട്ടുണ്ട്. രാവണൻ പരമഭക്തനായിരുന്നു എങ്കിലും അഹങ്കാരം കൊണ്ട് ധാരാളം തെറ്റുകൾ ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ടോ രാവണൻ തെറ്റുതിരുത്താൻ ശ്രമിക്കാതിരുന്നപ്പോൾ ഭഗവാൻ രാമനായി വന്ന് രാവണന്റെ അഹങ്കാരമെല്ലാം നശിപ്പിച്ച് മോക്ഷം കൊടുത്തു. അതുപോലെ തന്നെ കംസനും. അമ്പോറ്റമ്മ പറയാറുണ്ട്, ത്രേതായുഗത്തിൽ രാവണനെ പോലുള്ള അധർമ്മികൾ അടുത്ത രാജ്യത്തായിരുന്നു. ദ്വാപരയുഗത്തിൽ സ്വന്തം കുടുംബങ്ങളിലായി. ഈ കലിയുഗത്തിലാവട്ടെ സ്വന്തം മനസ്സിൽ തന്നെയായി. അപ്പോൾ കലിയുഗത്തിൽ ഭഗവാൻ ഹൃദയത്തിലാണ് അവതരിക്കേണ്ടത്. ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഓരോ ധർമ്മമുണ്ടെന്ന് പറഞ്ഞല്ലോ. കുട്ടികളായ ഞങ്ങളുടെ ധർമ്മം എന്താണ്? അമ്പോറ്റമ്മ പറയാറുണ്ട്, അച്ഛനമ്മമാരെ അനുസരിക്കുക, അവരെ നമസ്കരിക്കുക, മുതിർന്നവരെ ബഹുമാനിക്കുക, ഭക്ഷണം ഒരു വറ്റി പോലും കളയാതിരിക്കുക, എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈശ്വരനെ ചിന്തിച്ച് ചെയ്യുക. ഇതൊക്കെ കുട്ടികളുടെ ധർമ്മം തന്നെയല്ലേ? കളിക്കുമ്പോൾ ആസ്വദിച്ച് കളിക്കണം, പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് പഠിക്കണം, നാമം ചൊല്ലുമ്പോൾ ഭക്തിയോടെ നാമം ചൊല്ലണം. ഇതൊക്കെയാണ് കുട്ടികളുടെ ധർമ്മം. ഇതൊക്കെ അനുസരിക്കാതിരുന്നാലോ പ്രകൃതി കൂടും, മറ്റുള്ളവരെ ശല്യം ചെയ്യും. അപ്പോൾ നല്ല ശിക്ഷ കിട്ടുകയും ചെയ്യും. നല്ല അനുസരണയുള്ള കുട്ടികളായി വളരുമ്പോൾ അശ്രദ്ധ കൊണ്ട് എപ്പോഴെങ്കിലും ഈശ്വരനെ മറന്നാൽ അപ്പോഴെല്ലാം ഈശ്വരൻ ഉള്ളിൽ വന്ന് നല്ല വഴി തോന്നിക്കും. ഈശ്വരൻ അകത്തും പുറത്തും നടഞ്ഞാൽ ധർമ്മം നിലനിൽക്കും. അഥവാ ധർമ്മം നശിച്ചാലോ അധർമ്മത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കുമെന്ന് ഭഗവാൻ ഉറപ്പും തരുന്നു. ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളെയും കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കാൻ ഈശ്വരന് മാത്രമേ കഴിയുള്ളൂ. എല്ലാവരുടെയും ഉള്ളിൽ ഈശ്വരൻ ജനിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ അമ്പോറ്റമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം നമഃ ശിവായ.